ഹലോ, ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാത്തവർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ എങ്ങനെയാണ് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് അവിൽ കൂടെ വറുത്ത അവിലാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടത് കുറുക്കിയെടുക്കുക. അത് കുറുകി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ അല്പം വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. കട്ടിയില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം നേരത്തെ കുറുകി വന്നിട്ടുള്ള അവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇച്ചിരി കട്ടിയായി വരുന്ന സമയത്ത് അരിപ്പൊടിയും കൂടെ ചേർത്തപ്പോൾ അല്പം കട്ടിയായി വന്നായിരുന്നു. അപ്പോൾ അല്പം കൂടെ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി വരുവേ, അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നല്ല കട്ടിയായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറുകി വരുന്ന ടൈമിൽ തേങ്ങയുടെ 1-ാം പാൽ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. അങ്ങനെ ഇതാ പായസം അടിപൊളി അവിലും അരിപ്പൊടിയും ചേർത്തുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ചേർത്തിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അല്പം മുന്തിരിങ്ങ കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി ചൂടോടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളി പായസം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.